ആവേശം സിനിമയിലെ രംഗണ്ണനല്ല, ബീഹാറിലൊരു രംഗണ്ണനുണ്ട്. ആ അണ്ണനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. 5 കിലോയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ് ഇങ്ങനെ നടക്കുന്ന ബീഹാറിലെ ഗോൾഡ് മാൻ ഇപ്പോൾ വീണ്ടും വാർത്തകളിലൊക്കെ നിറയുകയാണ്. ബീഹാറിലെ ഗോൾഡ് മാൻ പുതിയ സർപ്രൈസുമായാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. बिहार है, देश में दूसरा स्थान है. हमको देश में पहला गोल्ड मैन बनना है, तो जो हमारा हर चीज़ ईमानदारी की कमाई होते रहेगा और हर चीज़ मेरा गोल्ड के होगा. यही हनुमान जी से प्रार्थना करते हैं. അക്ഷയ ബിജു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അക്ഷയ, ഈ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ആശങ്കയാണ്. ഇത്രയൊക്കെ ഇട്ടോണ്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുക? ഇയാൾ എങ്ങനെ സമാധാനത്തോടെയൊക്കെ ഉറങ്ങും എന്നുള്ളതാണ് ഈ പുള്ളിയെക്കുറിച്ച് ആദ്യം മുതലേ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു പോകുന്നത്. ഇപ്പോൾ അത് തന്നെയാണ്, ഇപ്പോൾ ആഗ്രഹം കൊണ്ട് സ്വർണം പൂശിയിരിക്കുകയാണ് ബുള്ളറ്റൊക്കെ അല്ലേ? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും ഓരോ ഇഷ്ടങ്ങളും ഒക്കെ അല്ലേ. അദ്ദേഹത്തിന്റെ പേര് പ്രേം സിംഗ് എന്നാണ്. പ്രേമം അത്രയും സ്വർണത്തോടുള്ളതാണെന്നാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. കാരണം പൂജ നേരത്തെ പറഞ്ഞ ഒരു സുരക്ഷയുടെ കാര്യമുണ്ട്, പക്ഷെ ആൾക്ക് 4 ബോഡി ഗാർഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. എന്നാലും തക്കാളിക്കൊക്കെ വില കൂടിയാൽ അതുപോലും മോഷ്ടിക്കുന്ന നാടാണ്. അപ്പോൾ എത്രത്തോളം കരുതലോടുകൂടി നടക്കണം എന്നുള്ളത് ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഭോജ്പൂർ ജില്ലക്കാരനാണ്, ബീഹാറുകാരനാണ്. ചെറുപ്പം മുതലേ സ്വർണത്തോടൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഓർണമെന്റ്സിനോടൊക്കെ വളരെ താല്പര്യം തോന്നുന്നു. അങ്ങനെ ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് ഇത്രയും വലിയ ആഭരണങ്ങളൊക്കെ ഇട്ട് ഇദ്ദേഹം നടക്കാൻ തുടങ്ങിയത്. 5 കിലോയോളം സ്വർണ്ണമൊക്കെയാണ്. ഇന്നത്തെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ കോടികൾ വരും. അപ്പം അങ്ങനെ ഇദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ആളാണ്. ഗോൾഡ് മാൻ ഓഫ് ബീഹാർ എന്നാണ് ഇദ്ദേഹം സ്വന്തമായിട്ട് തന്നെ പറയുന്നത്. ഇനി ഗോൾഡ് മാൻ ഓഫ് ഇന്ത്യ ആകണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ഈ സ്വർണ്ണത്തോടുള്ള ആഗ്രഹം ഇങ്ങനെ കൂടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതിപ്പോൾ ഡ്രസ്സിലാണെങ്കിലും തലയിൽ കെട്ടുന്ന ടർബനിലാണെങ്കിലും ഷൂസിലാണെങ്കിലും സൺഗ്ലാസിലാണെങ്കിലും ഫോണിലാണെങ്കിൽ പോലും എല്ലാത്തിലും എവിടെയെങ്കിലും ഒരു ഗോൾഡൻ ടച്ച് അദ്ദേഹത്തിന് മസ്റ്റാണ്. ഭയങ്കര ഒരു ക്രേസാണ്. ചില ആളുകൾക്ക് ചില സാധനങ്ങളോട് ഒരു ഹോബിയല്ലേ, സൂക്ഷിക്കുന്നതൊക്കെ. അതുപോലെയാണ് അദ്ദേഹത്തിന് ഈ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ബുള്ളറ്റിൽ സ്വർണം പൂശുന്നത്. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴാണ് ഇത് ശരിക്കും റോയൽ ആയതെന്നുള്ളതാണ്. എന്തായാലും സ്വർണ്ണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഇനിയും ഇത് തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. 52 ഗ്രാം ആഭരണം ധരിച്ച് തുടങ്ങിയതാണ്, അതിപ്പോൾ 6 കിലോയോളം എത്തിയിരിക്കുന്നു. ഇനി കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ ആഭരണങ്ങൾ അണിയണം എന്നൊക്കെയാണ്. എന്തായാലും ഇതിന് വരുന്ന കമന്റുകളും ഒക്കെ വളരെ രസകരമാണ്. ആളുകൾ പറയുന്നു, അയ്യോ ആരെങ്കിലും കട്ടുകൊണ്ട് പോവാതെ നോക്കണേ, ജീവനൊക്കെ സൂക്ഷിച്ച് കൊണ്ടു നടക്കണേ എന്നുള്ളതൊക്കെയാണ്. നെഗറ്റീവ് എല്ലാവർക്കും അങ്ങനെയുള്ള ആശങ്കയൊക്കെ ഉണ്ടാകും. ബോഡി ഗാർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര കാലത്തോളം ഇങ്ങനെ സുരക്ഷയൊക്കെ ഉള്ളതായിരിക്കും നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത്. അത് ആരുടെയും തെറ്റൊന്നുമല്ല. എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അല്ലേ.